എനിക്ക് തോന്നുന്നു ജനപ്രതിനിധികളുമുണ്ട് അവിടെ എന്നാണ്. അമ്മ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മയും കൊണ്ട് ഇനി അമ്മ തിരിച്ച് പോവുകയാണ്. നമ്മൾ പ്രതികരണം എടുക്കരുത് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രതികരണങ്ങൾ ആവശ്യമില്ല ഈ ഘട്ടത്തിൽ. കാഴ്ചകൾ തന്നെ വല്ലാതെ ഉള്ളിൽ വയ്ക്കുന്ന കാഴ്ചകളാണ്. അമ്മ ഇപ്പോൾ അൻവർ സാദത്ത് MLA കൂടെയുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. അമ്മ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. എയർപോർട്ടിൽ നിന്ന് തിരികെ അമ്മ പോകുന്നു. തേവലക്കരയിൽ സ്കൂളിലേക്ക് ഇനി അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. ഇതിനകത്ത് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. തുർക്കിയിൽ നിന്ന് കുവൈറ്റിലെത്തി. കുവൈറ്റിൽ നിന്ന് ഇന്ന് രാവിലെയോടുകൂടിയാണ് 9:30 8:45 നെടുമ്പാശ്ശേരിയിലെത്തി. ഇപ്പോൾ നേരെ തേവലക്കരയിലേക്ക് പോവുകയാണ്. അവിടെ വീട്ടിലേക്ക് പോയി സ്കൂളിലാണ് ആദ്യം പൊതുദർശനമുള്ളത്. നേരത്തെ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. ICUവിലായിരുന്നു എന്ന് മാത്രമാണ് അറിയിച്ചത്. മകനൊരു അപകടം പറ്റി ICUവിലാണ്, എത്രയും പെട്ടെന്ന് വരണം എന്നാണ് അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അമ്മ ഈ വിവരം അറിഞ്ഞു. കുവൈറ്റിലെത്തുന്നതിന് മുൻപ് തന്നെ അമ്മ ഈ വിവരം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇത്രയും നിമിഷം അവരെ കടിച്ചു പിടിച്ചിരുന്നു. അവരുടെ വീട്ടിലെത്തുന്ന സമയത്ത്, എയർപോർട്ടിലെത്തുന്ന സമയത്ത് ബന്ധുക്കളും മകനും ഒക്കെയുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതാണ്. ഇത്തരം കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു കുഞ്ഞ് ഒരു സിസ്റ്റത്തിൻ്റെ അപാകത കൊണ്ട്, ആ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട്, തീർച്ചയായിട്ടും ആ സംവിധാനത്തിൻ്റെ പരാജയമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തത് എന്ന് തന്നെ പറയാം. വളരെ നിർഭാഗ്യകരമായ കാര്യം. എന്തായാലും ഇനി ആ കുടുംബത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു പിടിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉടൻ തന്നെ സർക്കാർ ഇടപെട്ട് മാറ്റുക. ആ അർത്ഥത്തിൽ മിഥുൻ ഒരു രക്തസാക്ഷിയാണ്. ലേബി ഉണ്ട് നമുക്കൊപ്പം. ലേബി അത്രയും നേരം വളരെ പിടിച്ചു നിന്ന് വന്നതാണ്. ആ യാത്രയിലുടനീളം പിടിച്ചു നിന്ന് വന്നതാണ്. പക്ഷേ ബന്ധുക്കളും പല മകനും ഒക്കെ വന്നു. സ്വാഭാവികമായിട്ടും പെയ്യാൻ നിന്ന ഒരു വലിയ മഴക്കാറ് പോലെ അങ്ങ് പെയ്ത് ഒഴിയുകയാണ് അല്ലേ ലേബി? ഡോക്ടർ അരുൺ, ഒരുപക്ഷെ സുജ ജീവിതത്തിൽ സുജയെ കാത്ത് ഇത്രയും അധികം കണ്ണുകൾ കാത്തിരിക്കുന്നത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സങ്കടക്കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ആ കണ്ണുകൾ അത്രയും രാവിലെ 7:30 മുതൽ ഇവിടെ സുജയും കാത്തിരിക്കുന്നത്. സുജയുടെ കുഞ്ഞു മോൻ മിഥുൻ്റെ ഇളയ അനിയൻ സുജിൻ ഉൾപ്പെടെ ഇവിടെ വന്ന് 7:30 മുതൽ വഴിക്കണ്ണുമായി എയർപോർട്ടിനകത്തേക്ക് കാത്തിരിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ കാണുകയാണ്. എത്ര സങ്കടകരമായ അവസ്ഥയാണ് ഡോക്ടർ അരുൺ. കാരണം ജീവിത പ്രാരാബ്ദം കൊണ്ട് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരമ്മയ്ക്ക് കടലിനക്കരയിലേക്ക് ജോലിക്ക് പോകണമെങ്കിൽ അത് അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് പോകുന്നതാണ്, കുടുംബ പ്രാരാബ്ദം കൊണ്ട് പോകുന്നതാണ്. 2 മക്കളെയും, ഈ മിഥുനെയും സുജിനെയും ഈ അച്ഛൻ്റെ മിഥുൻ്റെ കൂടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കും ഈ കടലിന് അക്കരെ പോയി. സുജ വീട്ടുജോലിക്കാണ് പോയത്, 6 മാസം മുമ്പാണ് പോയത്. അതിനു മുൻപ് തൊഴിലുറപ്പ് ജോലിയൊക്കെ ചെയ്യുകയായിരുന്നു. പക്ഷേ കുടുംബം തള്ളി നീക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സുജ ഇത്തരത്തിൽ പുറത്തു നിന്ന് ഒരു വീട്ടുജോലിക്ക് അവസരം കിട്ടിയപ്പോൾ അത് തിരഞ്ഞെടുത്ത് ഈ കുഞ്ഞു മക്കളെ വീട്ടിലാക്കി പോയത്.
ഓക്കെ ലിബി, അതിനുശേഷം എന്തായാലും നമുക്ക് തുർക്കിയിലേക്ക് അധികം കണ്ടു അതും ഒരു നിൽക്കാൻ കഴിയാത്ത സങ്കടകരമാണ് കാഴ്ചകളാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം പ്രേക്ഷകരിൽ ചിലർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് അത് എന്ന് തീർച്ചയായിട്ടും അറിയാം. പ്രസാദ് ഇപ്പോൾ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ അമ്മ സുജയ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചു നേരെ വീട്ടിലേക്കാണ് അമ്മ വരിക. വീട്ടിലിപ്പോഴും ഈ പറയുന്ന വല്ലാത്തൊരു സങ്കടകരമായ ഒരു സങ്കടക്കടലുണ്ട് വീട്ടിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ കൂടി വന്നു ചേരുമ്പോൾ അതൊരു വല്ലാത്ത ഒരു വേദനയായിട്ട് മാറും. ആ കുടുംബത്തിനും നാട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളടുത്തുള്ള പ്രതികരണങ്ങളൊക്കെ എടുത്തു. അവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ആകെയുള്ള 6-7 സെൻറ്റ് സ്ഥലത്താണ് ഒരു ചെറിയ ഇടം കണ്ടെത്തി അവിടെ മിഥുൻ എന്ത് അധികം സ്ഥലം വേണം? വളരെ കുറച്ച് സ്ഥലം മതിയല്ലോ അവൻ അന്ത്യയാത്രയ്ക്ക്. ഒരു കുഞ്ഞ് അവൻ്റെ ആ വീട്ടിൽ നിന്ന് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് അവൻ മടങ്ങുന്നത്. പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആ വീട് അവന് സ്വർഗ്ഗമായിരിക്കുമല്ലോ സ്വാഭാവികമായും. ടി വി പ്രസാദ്, അവൻ്റെ ഇഷ്ടപ്പെട്ട അനിയൻ, അവൻ്റെ മുത്തശ്ശൻ, എനിക്കൊന്ന് മുത്തശ്ശൻ പറഞ്ഞത്, ആ അപ്പൂപ്പൻ പറഞ്ഞത് അപ്പൂപ്പനോടൊപ്പം നിന്ന് പഠിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് എന്നാണ്, അല്ലേ ടി വി പ്രസാദ്? അതെ അരുൺ, അങ്ങനെ തന്നെയാണ് മിഥുൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അപ്പൂപ്പനും അമ്മൂമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാരും ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കണം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ സുജ മടങ്ങി വരുന്നത് ഒരു പക്ഷേ സുജയുടെ മടക്കത്തിൻ്റെ പ്രതീക്ഷ ഇതായിരിക്കില്ലല്ലോ. പോകുന്ന സമയത്ത് ഒരു മക്കളെ നല്ല നിലയിൽ പഠിച്ച് വളർത്താനുള്ള ഒരു മിനിമം എങ്കിലും ഒരു സാമ്പത്തികം ഉണ്ടാക്കുക. നമ്മളിപ്പോൾ കണ്ടതുപോലെ തകർന്നു കിടക്കുന്ന പേരിനുള്ള ഈ ഒരു വീട്, ആ ഒരു വീട് ഒന്ന് പുതുക്കി പണിയുക, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കുമല്ലോ സുജ ഈ 2 മക്കളെയും ഇവിടെ തനിച്ചാക്കി പോയിട്ടുണ്ടാവുക, ഇവരുടെ കൂടെയാക്കി പോയിട്ടുണ്ടാവുക. പക്ഷേ ഈ മടങ്ങി വരവ്, ഇതാണ് ആർക്കും ഇനിയിപ്പോൾ താങ്ങാൻ കഴിയാത്തത്. മിഥുനത്ര മിടുക്കനായിരുന്നു എന്നതാണ്. മിഥുന് ഒരുപാട് കൂട്ടുകാരുണ്ട് ഇവിടെ. അതെ, ഞാൻ പ്രസാദ് ഞാൻ സാന്ത്വനയിലേക്ക് പോയിട്ട് വരാം. സാന്ത്വന അവിടെ മോർച്ചറിയുടെ മുന്നിലാണ് ഉള്ളത്. ഒപ്പം റഹീസ് സ്കൂളിലാണ് ഉള്ളത്. സാന്ത്വന ഇപ്പോൾ അമ്മ നെടുമ്പാശ്ശേരി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. എപ്പോഴേക്കായിരിക്കും മിഥുനെ മോർച്ചറിയിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോവുക? അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ സ്കൂളിലും ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അറിയുന്നത്. 9:30 കഴിയുമ്പോഴേക്കും മോർച്ചറിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. 10 മണിയോടുകൂടിയാണ് തേവലക്കര സ്കൂളിൽ എത്തിക്കുക എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അധിക ദൂരമില്ലെന്ന് തോന്നുന്നു, അല്ലേ സാന്ത്വന? ഡോക്ടർ അരുൺ, ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും തുടങ്ങിയിരിക്കുകയാണ്. MLA ആയ കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. 9:30 തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെയും ആരംഭിക്കും. 10 മണിക്ക് ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് എടുക്കുക. മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട ആംബുലൻസും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ MLA പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിലാപയാത്രയായിട്ടായിരിക്കും സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ നിന്നും 10 മണി മുതൽ 12 മണി വരെയും അവിടെ സ്കൂളിൽ ഇത്തരത്തിൽ പൊതുദർശനമുണ്ടാകും. എല്ലാവർക്കും കാണാനുള്ള അവസരം സ്കൂളിലുണ്ടാകും. തേവലക്കര ബോയ്സിലെയും അതുപോലെ തന്നെ ഗേൾസിലെയും കുട്ടികൾക്ക് മിഥുനെ അവസാനമായി കാണാനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊല്ലത്തേക്ക് വരാനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മിഥുൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിലെ അംഗങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്.